ഇന്ന് നമുക്കൊരു കോഫി ബണ്ണിൻ്റെ റെസിപ്പി നോക്കാം. ആവശ്യത്തിനുള്ള മിൽക്കിലേക്ക് ഷുഗറും ഈസ്റ്റും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. എക്സാക്റ്റ് എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാം. ലൂക്ക് വാം ആയിട്ടുള്ള മിൽക്കിലേക്കാണ് നമ്മൾ ഈ പറയുന്ന ഷുഗറും ഈസ്റ്റും ഇടുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 2 മുട്ട ഒഴിക്കാം. അതും നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ചായിട്ട് മൈദ നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇട്ടിട്ട് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യാം. ഒന്നിച്ച് ഒറ്റയടിക്ക് ഇടുമ്പം ലംസ് കൂടുതലായിരിക്കും, മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കൂടുതലായിരിക്കും. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ വളരെ നന്നായി നീഡ് ചെയ്യാം. അറൗണ്ട് 10 മിനിറ്റ്സ് നീഡ് ചെയ്യണം. ഇങ്ങനെ നീഡ് ചെയ്യുന്ന പ്രോസസ്സിലാണ് ഡോ കുറച്ചും കൂടെ സോഫ്റ്റ് ആവുന്നത്. അതിനുശേഷം അതിലേക്ക് ബട്ടർ ഒഴിക്കുക. ബട്ടർ ഒഴിച്ച് വീണ്ടും നീഡ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് എങ്കിലും നീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞിട്ടൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ നനഞ്ഞ തുണി വെച്ചിട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഈ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ബോൾ ഷേപ്പിലാക്കിയും വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അത് ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. ഞാൻ ആക്ച്വലി റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞൊരു പോർഷൻ തുടങ്ങിയാണ് വീണ്ടും എടുത്തത്. അതിനുശേഷം നമുക്ക് കോഫി മിക്സ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ബട്ടർ എടുത്ത് അത് നന്നായി സോഫ്റ്റൻ ചെയ്യുക. ബട്ടർ എടുക്കുമ്പം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒന്നും മെൽറ്റ് ചെയ്യാൻ നിൽക്കണ്ട, അതുപോലെ തണുത്തതും ആവരുത്. അതിലേക്ക് ആവശ്യത്തിന് ഷുഗറും കൂടി ഇട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ശേഷം അതിലേക്ക് നമ്മളൊരു മുട്ട ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മളിടുന്നത് ആ ഗ്ലാസ്സിലിരിക്കുന്നത് കോഫി മിക്സാണ്. ആ കോഫി മിക്സാണ് ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലിലേക്ക് എൻഹാൻസ് ചെയ്യുന്നത്. ആ കോഫി മിക്സും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മൈദയും കൂടി ഇടാം. ചെറുതായിട്ട് പിരിഞ്ഞ പോലെ തോന്നുന്നുണ്ടാവും. അത് മൈദ ഇട്ട് കഴിയുമ്പം കറക്റ്റ് ഫോമിലേക്ക് വരും. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം റെസ്റ്റ് ചെയ്യാൻ വെച്ച ബൺസ് നമുക്ക് ബോൾ ഷേപ്പിലാക്കി മാറ്റി വെക്കാം. നമ്മൾ ആക്ച്വലി ബൺ ഉണ്ടാക്കിയപ്പം ഷുഗർ കുറച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ക്രീം ബണ്ണായിട്ട് യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ നോർമൽ ജാം യൂസ് ചെയ്യുമോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാം. മുകളിൽ മാത്രമാണ് ഇതിനൊരു കോഫീൻ്റെ ഫ്ലേവർ ഉണ്ടാവുക. അപ്പോൾ ഈ കോഫി മിക്സും കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. ബീറ്റർ വെച്ച് തന്നെ മിക്സ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിന് ഇങ്ങനെ നോക്കുമ്പോഴും ചെറുതായിട്ട് പിരിഞ്ഞതുപോലെ തോന്നും. മൈദ ഇട്ട് കഴിയുമ്പോൾ അത് ഭയങ്കര നോർമലായി തിരിച്ച് ബാക്ക് ടു അതിൻ്റെ കൺസിസ്റ്റൻസി വന്നോളും. ഈ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഒരു പൈപ്പിംഗ് ബാഗിലോട്ടാക്കണം. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് പൈപ്പ് ചെയ്യാനാണ് ഏറ്റവും ഈസി. ഈ പൈപ്പിംഗ് ബാഗിലിരിക്കുന്ന മിക്സ്ചർ, അതായത് ഈ കോഫി മിക്സ്ചർ വെറുതെ ബേക്ക് ചെയ്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഓൾറെഡി പഫായിട്ട് പൊങ്ങി വന്നിരിക്കുന്ന ബൺസാണത്, കുക്ക് ചെയ്തിട്ടില്ല. സോ അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിത് പൈപ്പ് ചെയ്ത് വെക്കുന്നത്. ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. ഓൾറെഡി നമ്മൾ ബോൾ ഷേപ്പിലാക്കിയിട്ടൊരു 10 മിനിറ്റ്സും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫി ബണ്ണാണ്. ക്രീം വെച്ചാൽ അതിലും